നമസ്കാരം. പി കെ ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 11 എപ്പിസോഡുകളിലായിട്ട് 2020 കേരള PSC ഭരണഘടനയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. 2020 തന്നെ ഇനി ഉള്ള ടോപ്പിക്കുകളിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഷെഡ്യൂളുകൾ, അതായത് ഭരണഘടനയിൽ 12ഓളം പട്ടികകളുണ്ട്. ഈ 12 പട്ടികകളുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? അപ്പോൾ ഈ ജനസംഖ്യാ കണക്കെടുപ്പെന്ന് പറയുന്ന 2011 നമുക്ക് ലാസ്റ്റ് സെൻസസ് നടന്നത്. അടുത്ത സെൻസസ് ഉടൻ വരികയാണ്. ഈ ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ ഈ സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂളിൽ അല്ലെ 7ാം പട്ടികയിൽ ഏത് ലിസ്റ്റിൽപ്പെട്ടതാണ്? അല്ലെ 7ാം പട്ടികയിൽ 3 ലിസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഏത് ലിസ്റ്റിൽപ്പെട്ടതെന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്കറിയാം സെൻസസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രക്രിയകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം എന്ത് സെൻസസ് എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽപ്പെട്ടതായിരിക്കാം. ഉത്തരം ആൻസർ എ. സെൻസസ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട സാധനം. കാരണം ഇന്ത്യ മൊത്തത്തിൽ നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ്, രാജ്യമൊട്ടാകെ നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ അധികാരവും ആരിൽ നിക്ഷിപ്തമാണ്? യൂണിയനിൽ നിക്ഷിപ്തമാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിക്ഷിപ്തമാണ്, യൂണിയനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടൊരു വിഷയമാണ് സെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പരിശോധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ അനുസരിച്ച് നിയമനിർമ്മാണ അധികാരങ്ങളെ 3ആയി തിരിച്ചിട്ടുണ്ട്, അല്ലേ? നമുക്കറിയാം ആർട്ടിക്കിൾ 246 പ്രകാരം നമ്മൾ നിയമനിർമ്മാണ അധികാരങ്ങളെ, ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട്. അത് യൂണിയന്, അതായത് യൂണിയൻ്റെ നിയമനിർമ്മാണ മണ്ഡലമായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കുവാൻ അധികാരമുള്ള വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ എന്ത് ചെയ്തു? നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? കേന്ദ്ര സർക്കാരിന് മാത്രം നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ. സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നത് എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റ്. സംസ്ഥാന സർക്കാരുകൾ ഇതെല്ലാം 246 ക്ലോസ് 1, 2, 3 പ്രകാരമുള്ളതാണ്. നിങ്ങൾ ഈ PYQ ക്ലാസ് കേൾക്കുമ്പോൾ ബന്ധപ്പെട്ട അനുച്ഛേദം കൂടി നിങ്ങൾ ആ തത്സമയത്ത് തന്നെ പരിശോധിച്ച് നോക്കുക. ഓക്കെ, കൺകറൻറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റ് എന്ന് മലയാളത്തിൽ പറയുന്ന, സമവർത്തി ലിസ്റ്റ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ, അതായത് രണ്ടുപേർക്കും ഒരുപോലെ നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളാണ് സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ള പേരിൽ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ യൂണിയൻ ലിസ്റ്റിലെ 69ാമത്തെ എൻട്രി, അപ്പോൾ എൻട്രി നമ്പറൊന്നും പരീക്ഷയിൽ ചോദിക്കത്തില്ല. ഈ എൻട്രി നമ്പർ ഞാൻ എക്സ്പ്ലനേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കത് പോയി പെട്ടെന്ന് ഞാൻ ലിസ്റ്റ് നോക്കിയിട്ട് ഇത് എവിടെയാണെന്ന് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് എൻട്രി നമ്പർ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻട്രി നമ്പറൊന്നും ഒരിക്കലും പരീക്ഷ ചോദിക്കത്തില്ല. 69ാമത്തെ എൻട്രി ആയിട്ടാണ് യൂണിയൻ ലിസ്റ്റിൽ സെൻസസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് പോയി കണ്ട് ബോധ്യപ്പെടുന്നതിനാണ് എൻട്രി നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 2, കോഓപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ്. കോഓപ്പറേഷൻ, സഹകരണം എന്ന് പറയുന്ന സഹകരണം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെട്ടതാണ്? 12 പട്ടികകളുണ്ട്. സ്വാഭാവികമായി സഹകരണം എന്ന് പറയുന്നത് ഒരു നിയമനിർമ്മാണ വിഷയമാണ്. നിയമനിർമ്മാണ വിഷയങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ ഉൾക്കൊള്ളുന്ന പട്ടിക എന്ന് പറയുന്നത് 7ാം പട്ടികയാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇതിൽ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, 7th ഷെഡ്യൂൾ. അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ 7th ഷെഡ്യൂളിൽ നമുക്ക് യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്, അല്ലേ? യൂണിയന് നിങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, രണ്ടുപേർക്കും പറ്റുന്ന എന്തുണ്ട്? കൺകറൻറ്റ് ലിസ്റ്റും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 7ാം പട്ടികയിൽ ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്ന സഹകരണം എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽപ്പെട്ടതെന്ന് കൂടി നമ്മൾ അറിഞ്ഞാൽ നന്നാവും. മനസ്സിലായല്ലോ? കാരണം വരുന്ന പരീക്ഷയിൽ ചിലപ്പോൾ അങ്ങനെ കയറി ചോദിച്ചേക്കാം. ഇതിപ്പോൾ ഏത് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചതാണ്. അപ്പോൾ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏതിലാണെന്ന് കൂടി, ഏത് ലിസ്റ്റിൽപ്പെട്ടതാണെന്ന് ഷെഡ്യൂൾ നമുക്കറിയാം,
7ാം ഷെഡ്യൂളിൽ തന്നെയാണ്. ആൻസർ സി ആണ്. പക്ഷേ ഏത് ലിസ്റ്റിലെന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അതുകൂടെ നമ്മൾ പരിശോധിക്കാം. അപ്പോൾ ആൻസർ സി 7ാം പട്ടിക അല്ലേ, അതിൽ സംശയമൊന്നുമില്ല. ദ സബ്ജക്ട് ഓഫ് കോഓപ്പറേഷൻ ഈസ് ഗവേൺഡ് ബൈ ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡിഫൈൻസ് ദ അലോക്കേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. അല്ലേ, ഈ 7ാം പട്ടിക എന്ന് പറയുന്നത് നിയമനിർമ്മാണ അധികാരങ്ങളെ യൂണിയനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ വിതരണം ചെയ്തിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പട്ടികയാണ് 7ാം പട്ടിക. അപ്പോൾ അത് നമുക്ക് ക്ലിയറാണ്, അതിലാണ് ഇതുള്ളതോ എന്നുള്ളത്. ആൻസർ 7th ഷെഡ്യൂളാണ്, ആൻസർ സി ആയി. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്ന സഹകരണം എന്ന് പറയുന്ന ആ ഒരു സംഗതി ഏത് ലിസ്റ്റിൽപ്പെട്ടതാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, അതായത് നമുക്ക് 7ാം പട്ടിക എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് 1 ഉണ്ട് യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 ഉണ്ട് കൺകറന്റ് ലിസ്റ്റ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ പ്രൈമർലി എ സ്റ്റേറ്റ് സബ്ജക്ട്, ദേ ആർ മെൻഷൻഡ് അണ്ടർ എൻട്രി നമ്പർ 32 ഓഫ് ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രാഥമികമായി, സഹകരണം എന്ന് പറയുന്ന വിഷയം പ്രാഥമികമായി സംസ്ഥാന ലിസ്റ്റിലെ 32ാമത്തെ എൻട്രി, അത് നിങ്ങൾക്ക് എൻട്രി ഞാൻ എക്സ്പ്ലനേഷൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്കത് പോയി കണ്ട് ബോധ്യപ്പെടുവാനായിട്ടാണ്. പ്രാഥമികമായി കോഓപ്പറേഷൻ എന്ന് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ദിസ് ഗീവ്സ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ദ പവർ ടു മേക്ക് ലോസ് റിഗാർഡിംഗ് ദ ഇൻകോർപ്പറേഷൻ, റെഗുലേഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്തിൻ ദയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. അപ്പോൾ ഈ എൻട്രി നമ്പർ, സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി നമ്പർ 32 ഉൾക്കൊള്ളിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ അല്ലേ, ഓരോ സംസ്ഥാനത്തെ നിയമനിർമ്മാണ മണ്ഡലങ്ങൾക്ക് ആ സംസ്ഥാനങ്ങളിലെ കോഓപ്പറേറ്റീവ് സഹകരണ സൊസൈറ്റികളുടെ ഇൻകോർപ്പറേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടോ നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ റെഗുലേഷൻ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടോ ഒക്കെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഉണ്ട്. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിലെ 32ാം എൻട്രി ആയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ലെജിസ്ലേറ്റീവ് സബ്ജക്റ്റാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് പരിശോധിക്കാം. ലിസ്റ്റ് 1, അതായത് 1ാമത്തെ ലിസ്റ്റായ യൂണിയൻ ലിസ്റ്റിൽ കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് സഹകരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഹവർ ഇഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ഒബ്ജക്ട് നോട്ട് കൺഫൈൻഡ് ടു വൺ സ്റ്റേറ്റ്, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ കോഓപ്പറേറ്റീവ്സ്, ഇറ്റ് ഫോൾസ് അണ്ടർ എൻട്രി 44 ഓഫ് ദ യൂണിയൻ ലിസ്റ്റ് which is why the central government passed the multi state cooperative societies act. അതായത് ഈ സൊസൈറ്റികൾ ഒന്നിലധികം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അതിനാണ് നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല. ആ വിഷയം എന്ന് പറയുന്നത് അത് യൂണിയൻ ലിസ്റ്റിലെ എൻട്രി നമ്പർ 44 ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. കാരണം ഇനി വരുന്നൊരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ കയറി ചോദിച്ചിരിക്കാം. മനസ്സിലായിട്ട് വെറും കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻട്രി നമ്പർ 44 യൂണിയൻ ലിസ്റ്റിൽപ്പെടുന്നതാണ്. അങ്ങനെ യൂണിയൻ ലിസ്റ്റിൽ പെട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ പിൻബലത്തിൽ സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ, ഇനി ഓപ്ഷനിലെ മറ്റ് ഷെഡ്യൂൾസ് നോക്കാം. ഷെഡ്യൂൾ 5 റിലേറ്റ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. പട്ടികജാതി പട്ടിക ഗോത്ര വർഗ ഏരിയകളുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണം എവിടത്തെ റിലേറ്റ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലേ, അത് എവിടത്തെയാണെന്നുള്ളത് നമുക്ക് ഷെഡ്യൂൾ 6 കൂടെ നോക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഷെഡ്യൂൾ 6 അസം, മേഘാലയ, ത്രിപുര, മിസോറാം. AM2T എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അസം, മേഘാലയ, മിസോറാമാണ്, മണിപ്പൂർ അല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ത്രിപുര, ഈ 4 സംസ്ഥാനങ്ങളിലെ എന്താണ് ട്രൈബൽ ഏരിയാസുമായി ബന്ധപ്പെട്ട പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ 6. ഇത് അല്ലാത്തതാണ് 5ൽ പെടുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ 5 6 ഒരുപോലത്തതാണ്. എന്നാൽ 6ൽ എന്താണ് ട്രൈബൽ ഏരിയാസാണ്. മറ്റേ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനാണ് 5. അപ്പോൾ 5 6. 9 നമുക്കറിയാം അല്ലേ, കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോസ് ദാറ്റ് കനോട്ട് ബി ചലഞ്ചഡ് ഇൻ കോർട്സ് ഒറിജിനലി ക്രിയേറ്റഡ് ടു പ്രൊട്ടക്ട് ലാൻഡ് റിഫോം ലോസ്. ഭൂപരിഷ്കരണ നിയമം പോലുള്ള നിയമങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകാതിരിക്കാനായിട്ട് അതിൻ്റെ സംരക്ഷണാർത്ഥം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന ഒരു ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 9 എന്ന് പറയുന്നത്. അതൊരു ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഈ ഭൂപരിഷ്കരണ നിയമം പോലുള്ള നിയമങ്ങൾ കൊണ്ട് ഈ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം നിയമങ്ങൾ
പ്ലേസ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂളിനാണ് നമ്മളെന്ന് പറയുന്നത് ഷെഡ്യൂൾ 9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇക്കണോമിക് പ്ലാനിങ് കംസ് അണ്ടർ വിച്ച് ലിസ്റ്റ്? ഇക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണം ഏത് ലിസ്റ്റിൽപ്പെട്ടതായിരിക്കും? നമ്മൾ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കുക, അത് ഏത് ലിസ്റ്റിലുള്ളതാണ്. ഇക്കണോമിക് പ്ലാനിങ് കംസ് അണ്ടർ കൺകറൻറ്റ് ലിസ്റ്റ്. ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ 2020 ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പരീക്ഷ ചോദിച്ച ചോദ്യമാണ്. ഈ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. ആൻസർ ബി. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് ഇസ് എ സബ്ജക്ട് ദാറ്റ് റിക്വയർസ് കോർഡിനേഷൻ ബിറ്റ്വീൻ ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് സാമ്പത്തിക ആസൂത്രണം, ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സഹകരണവും ഏകോപനവും ഒക്കെ ആവശ്യമുണ്ട്. കോഓർഡിനേഷൻ, അതിൻ്റെ ഒരു ഏകോപനം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലേ, അതെന്തിനാണ് എൻഷുർഡ് ബാലൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് അക്രോസ് ദ കൺട്രി. രാജ്യത്തിലുടനീളം ഒരു സന്തുലിത വികസന ആവശ്യമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഏകോപനം ആവശ്യമായിട്ടുള്ളതാണ് ഈ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അണ്ടർ ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി കൺകറൻറ്റ് ലിസ്റ്റ്. ലിസ്റ്റ് 3 ആണ് കൺകറൻറ്റ് ലിസ്റ്റ്. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ്. ഓക്കെ, നിങ്ങൾ പട്ടിക 7 അതായത് ഷെഡ്യൂൾ 7 എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ്. ലിസ്റ്റ് 3 ആയ കൺകറൻറ്റ് ലിസ്റ്റിലെ എൻട്രി നമ്പർ 20 നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് എൻട്രി നമ്പറും കൂടെ പറയുന്നത്. മനസ്സിലായത്? എൻട്രി 20 ആയിട്ട് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ, സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള ആസൂത്രണം, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്. ഓക്കെ, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം എൻട്രി നമ്പർ 20 കൺകറൻറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 ആയിട്ടുള്ള കൺകറൻറ്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, കൺസിഡറിംഗ് ഡിഫറൻറ്റ് ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. അപ്പോൾ നേരത്തെ ഈ 5th ഉം 6th ഉം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. 5th ഷെഡ്യൂൾ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ശരിയാണ്, കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഇത് ശരിയായിട്ടുള്ള മാച്ചിങ് ആണ്. മനസ്സിലായല്ലോ. 1 അല്ലേ, 1 ഇവിടെ ടിക്കണം നമുക്ക്. 1 എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള മാച്ചിങ് ആണ്. 6th ഷെഡ്യൂൾ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ രാജ്യസഭ ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. തെറ്റാണ്. കാരണം 6th ഷെഡ്യൂൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. M²T അസം, മേഘാലയ, മിസോറാം, ത്രിപുര. മണിപ്പൂർ അല്ല, അസം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ എന്താണ് ട്രൈബൽ ഏരിയസുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനാണ് ഷെഡ്യൂൾഡ് 6 എന്ന് പറയുന്നത്, ഷെഡ്യൂൾ 6 എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. 9th ഷെഡ്യൂൾ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആക്ട്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡീലിംഗ് വിത്ത് ലാൻഡ് റിഫോംസ് ആൻഡ് അബോളിഷൻ ഓഫ് ദ സെമീൻദാരി സിസ്റ്റം അല്ലേ. സെമീൻദാരി സമ്പ്രദായവും അതുപോലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങൾ നിർമ്മിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് 9th ഷെഡ്യൂൾ. വളരെ ശരിയാണ്. 10th ഷെഡ്യൂൾ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് അസം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ഞാൻ നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾഡ് 5 അല്ല, ഷെഡ്യൂൾഡ് 6 ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഷെഡ്യൂൾ 10 ആണ് കൊടുത്തിരിക്കുന്നത്. ഷെഡ്യൂൾ 10 എന്താണ്? ഷെഡ്യൂൾ 10 ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതും തെറ്റാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? ആൻസർ 1 and 3, 1ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. 1 and 3. ആൻസർ സി. KS 2020 KSന് പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ് അല്ലേ. ആൻസർ 1 and 3 സി. ഓക്കെ, ആൻസർ സി. അപ്പോൾ 4th ഷെഡ്യൂൾ എന്താണ്? അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ രാജ്യസഭ ടു സ്റ്റേറ്റ്സ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസ്. 4ാം ഷെഡ്യൂളാണ്. 4th ഷെഡ്യൂൾ 4ാം പട്ടികയാണ് ഈ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ രാജ്യസഭ ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസ്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭാ സീറ്റുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ അലോക്കേഷനുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 4 ആണ്. 4th ഷെഡ്യൂൾ 4ാം പട്ടികയാണ്. 5th ഷെഡ്യൂൾ നമുക്കറിയാം, പ്രൊവിഷൻസ് റിലേറ്റ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതുപോലെ 6th ഷെഡ്യൂൾ അറിയാം, അസം, മേഘാലയ, AM²T. ഇത് മണിപ്പൂർ അല്ല, മേഘാലയ, മിസോറാമാണ്. അസം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സ്ഥലങ്ങളിലെ ട്രൈബൽ ഏരിയസുമായി ബന്ധപ്പെട്ട അവരുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഉൾക്കൊള്ളുന്നതാണ് ഷെഡ്യൂൾ 6 എന്ന് പറയുന്നത്. ഓക്കെ, 9th ഷെഡ്യൂൾ അറിയാം, ആക്ട്സ് ആൻഡ് റെഗുലേഷൻ ഒറിജിനലി 13, ഇപ്പോൾ 282.
തുടക്കത്തിൽ 13 ഇപ്പോൾ 282. നിങ്ങൾ അതിൽ എൻട്രി നോക്കി കഴിഞ്ഞാൽ 284 കാണാം, പക്ഷേ 282 ആക്ടുകളേ ഉള്ളൂ. ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡീലിംഗ് വിത്ത് ലാൻഡ് റിഫോംസ് ആൻഡ് അബോളിഷൻ ഓഫ് സെമീൻദാരി സിസ്റ്റം. ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണവും സെമീൻദാരി സമ്പ്രദായത്തിൻ്റെ അബോളിഷനുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങളിലെ നിയമങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 9, 9ാം പട്ടിക എന്ന് പറയുന്നത്. ദി ഷെഡ്യൂൾ വാസ് ആർഡഡ്. ഈ ഷെഡ്യൂൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമുക്ക് 8 ഷെഡ്യൂൾ മാത്രമേ ഉള്ളൂ. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമുക്ക് ഉള്ളത് 8 പട്ടികകളായിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് 12 പട്ടികയുണ്ട് 9, 10, 11, 12 പിന്നീട് ആഡ് ചെയ്തതാണ്. അതിൽ 9ാം പട്ടിക ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 9ാം പട്ടിക ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951. 1951 1ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 9ാം പട്ടിക ആഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. അതല്ലേ, ടു പ്രൊട്ടക്ട് ദ ലോസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങളുടെ ലംഘനത്തിൻ്റെ പേരിൽ കോടതികൾ ജുഡീഷ്യൽ അവലോകനം നടത്തി നിയമങ്ങളും നിയന്ത്രണങ്ങളും ആക്ട്സും റെഗുലേഷൻസും നൾ ആൻഡ് വോയിഡ് അത് അസാധുവായി പ്രഖ്യാപിക്കാതിരിക്കുവാനായിട്ടുള്ള അത്തരത്തിൽ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 9ാം പട്ടികയിൽ ഈ നിയമങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 282 അതിനകത്തുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഹൗവർ 1973 ഈ കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ ഒരു കേസിൽ കൃത്യമായി ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ, ഒരു സിദ്ധാന്തം സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി ഈ കേസിൻ്റെ വിധി വന്ന ഏപ്രിൽ 1973 ശേഷം ഉള്ള നിയമങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിരിക്കും. ഹൗവർ സുപ്രീം കോടതി റൂൾ ദാറ്റ് ദ ലോസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഷെഡ്യൂൾ ആഫ്റ്റർ April 24, 1973 ആർ ഓപ്പൺ ടു ജുഡീഷ്യൽ റിവ്യൂ. ഈ ഡേറ്റ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ് ഡേറ്റ് ഓഫ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. ആ കേസിൻ്റെ വിധി ദിവസമാണ് 1973 ഏപ്രിൽ 24. ആ കേസിലാണ് ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടന, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, അതിൻ്റെ അടിസ്ഥാന സവിശേഷത, ബേസിക് ഫീച്ചർ, ഇതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി 1973 ഏപ്രിൽ 24 ശേഷം 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാകുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. 10th ഷെഡ്യൂൾ നമുക്കറിയാം. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 10ാം പട്ടിക ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം 8 പട്ടിക മാത്രമേ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമുക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ആഡ് ചെയ്ത ഭരണഘടന ഭേദഗതി നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. 1985 52ാം ഭരണഘടന ഭേദഗതിയാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ, 10ാം പട്ടിക. മനസ്സിലായല്ലോ. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട പട്ടികയാണ് 10ാം പട്ടിക എന്നുള്ളതും അത് ഏത് വർഷത്തെ ഏത് ഭരണഘടനാ ഭേദഗതി എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 52ാം ഭരണഘടനാ ഭേദഗതി 1985. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഇൻ ഓർഡർ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് വിച്ച് ഷെഡ്യൂൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നീഡ്സ് ടു ബി അമെൻഡഡ്. അതായത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, അതായത് നമ്മുടെ യൂണിയനും അതിൻ്റെ ടെറിട്ടറികൾ എന്താണെന്നും എണ്ണിപ്പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള, എല്ലാ സ്റ്റേറ്റുകൾ, ഇന്ന സ്റ്റേറ്റുകളുടെ ഇന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ യൂണിയൻ, അല്ലെങ്കിൽ ഇന്ന യൂണിയൻ ടെറിട്ടറികളോട് ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ യൂണിയൻ എന്ന് എണ്ണിപ്പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഡ്യൂൾ 1 ആണ്. പട്ടിക 1-ലാണത് എണ്ണി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ പുതിയതായിട്ട് നമ്മൾ രൂപീകരിച്ച ഇൻ ഓർഡർ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ 1ാം പട്ടികയും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അമെൻഡ് ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ഫസ്റ്റ് ഷെഡ്യൂൾ, ആൻസർ ഡി. ഇത് ചോദിച്ചിരിക്കുന്നതും KS-നാണ്. 2020 KS-ന് ചോദിച്ച ചോദ്യമാണ്, അല്ലേ? ഇൻ ഓർഡർ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ്, ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ ഏത് പട്ടികയാണ് നമ്മൾ ഭേദഗതി ചെയ്യേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ 1ാം പട്ടികയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇത് കൃത്യമായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആൻസർ ഡി ആണ്, ഫസ്റ്റ് ഷെഡ്യൂൾ. എന്താ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്? നെയിം ഓഫ് ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, നെയിം ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ദർ എക്സ്റ്റെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഷെഡ്യൂൾ, ഓപ്ഷൻസിലെ മറ്റ് ഷെഡ്യൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡ് ഷെഡ്യൂൾ, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഇമോൾമെൻറ്റ്സ്, അലവൻസ്, പ്രിവിലേജസ് ആൻഡ് സോ ഓൺ ഓഫ്. അതായത് താഴെ നൽകിയിരിക്കുന്ന ഭരണഘടനാ ഉദ്യോഗങ്ങളുണ്ടല്ലോ, പ്രസിഡന്റ്, ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ശമ്പളവും പ്രത്യേക അവകാശങ്ങൾ, പ്രിവിലേജസ്,
അല്ലെ ബത്തകളും ഒക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കുന്നത് വരെയുള്ള താൽക്കാലികമായിട്ടുള്ള പ്രൊവിഷൻസ് ഇവിടെ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് പാർലമെൻറ്റ് ആണ് ഇത് തീരുമാനിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അതത് ഉദ്യോഗങ്ങളുമായി ബന്ധപ്പെട്ട ശമ്പളത്തിന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർലമെൻറ്റ് അത്തരത്തിലുള്ള നിയമം നിർമ്മിക്കുന്നത് വരെ രണ്ടാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ കൊടുക്കണമെന്നുള്ളതും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടാം പട്ടികയിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതല്ലാതെ സ്ഥിരമായിട്ട് ഇപ്പോൾ നിലവിലുള്ള ശമ്പളമല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആരുടെ കയ്യിൽ ഉൾക്കൊള്ളുന്നു? അല്ലേ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതി, ഗവർണർ, സംസ്ഥാന ഗവർണർമാർ, സ്പീക്കർ ആൻഡ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭ, ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ രാജ്യസഭ, ലോക്സഭയുടെയും രാജ്യസഭയുടെയും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും അധ്യക്ഷന്മാർ, ഉപാധ്യക്ഷന്മാർ, അല്ലേ, ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, അതുപോലെ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലത്തിലെ നിയമസഭകളിലെ, മനസ്സിലായില്ലേ, അധ്യക്ഷന്മാർ, അതുപോലെ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ ദ സ്റ്റേറ്റ്സ്. അതുപോലെ ഇപ്പോൾ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ കർണാടക, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ അവിടുത്തെ എന്താണ് നിയമസമിതികളുണ്ട്, അല്ലെ, ബൈക്യാമറൽ ലെജിസ്ലേച്ചറുകളാണ്, ഇരുസഭകളുള്ള സംസ്ഥാനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിയമസമിതികളുമുണ്ട്, അവിടുത്തെ അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരും. ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോടതി, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ജഡ്ജസ് ഓഫ് ദ ഹൈക്കോടതി, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവരുടെയൊക്കെ ശമ്പളങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രത്യേക അവകാശങ്ങളുമായി പ്രിവിലേജസ്, ഇമോളുമെൻറ്റ്സ്, പ്രിവിലേജസ്, അലവൻസസ്, ബത്തകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ടെമ്പററി പ്രൊവിഷൻസ് ആണ്. പാർലമെൻറ്റ് അതുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടാക്കുന്നത് വരെ ഉള്ളതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതാണ് സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. തേർഡ് ഷെഡ്യൂൾ ഫോം ഓഫ് ഓത്ത് ഓർ അഫർമേഷൻസ്, അല്ലേ, ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏത് ഫോമിലാണ് താഴെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, ഏതൊക്കെ? യൂണിയൻ മിനിസ്റ്റേഴ്സ്, കാൻഡിഡേറ്റ്സ് ഫോർ ഇലക്ഷൻ ടു ദ പാർലമെൻറ്റ്, മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോടതി, CAG, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ്, കാൻഡിഡേറ്റ്സ് ഫോർ ഇലക്ഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട്. ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാം തന്നെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ശപഥവുമായി ബന്ധപ്പെട്ട ഏത് ഫോമിലാണ് അവർ ശപഥം ചെയ്യേണ്ടത് എന്നുള്ള ആ ഫോം നൽകിയിരിക്കുന്നതാണ് എവിടെ? ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമുക്ക്. ദ 10th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻസേർട്ടഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ. അപ്പം ഞാൻ തൊട്ട് മുന്നേ ഒരു ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ. 10ാം പട്ടിക എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ആഡ് ചെയ്തതാണ്. കാരണം നമുക്ക് 8 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. 9, 10, 11, 12 ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്ത അമെൻമെൻറ്റ് ഏതാണെന്നുള്ള വർഷം ഏതാണെന്നുള്ള കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ചോദിക്കുമെന്ന് പറഞ്ഞു. അതെ, ചോദിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ ഗ്രേഡ് 2 ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലേ. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. 1985 52ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ എ. The 10th schedule, popularly known as the anti-defection law, says the provision for the disqualification of elected members on the grounds of defection from one political party to another. ഒരു പാർട്ടിയുടെ ടിക്കറ്റിൽ എന്താണ് ജയിച്ച് നിയമസഭ അല്ലെങ്കിൽ ലോക്സഭ അംഗമായി കഴിഞ്ഞാൽ അതിനുശേഷം ഉണ്ടാവുന്ന കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് അതിന് കണ്ടീഷൻസ് കൊണ്ട് അത് നമ്മൾ ആൻറ്റി ഡിഫെക്ഷൻ പഠിക്കുമ്പോഴാണ് കണ്ടീഷൻസ് പഠിക്കേണ്ടത്. പല കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ എലക്റ്റഡ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ, നോമിനേറ്റഡ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ. ആ കണ്ടീഷൻസിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അത് ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായി പഠിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ കൂറ് മാറിക്കഴിഞ്ഞാൽ ആ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അയോഗ്യതകളുമായി ബന്ധപ്പെട്ടതാണ് ഈ 10ാം പട്ടിക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 42ാം ഭരണഘടനാ ഭേദഗതി നിങ്ങൾക്ക് ഓപ്ഷനിലുണ്ട്. ഇതിനാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്, അത് അത്രയും ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. കാരണം ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവന്ന, ഭരണഘടനയിൽ ഭേദഗതികൾ കൊണ്ടുവന്നൊരു ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി 1976. അതുകൊണ്ടാണ് അതിനെ ലഘു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അപരനാമത്തിൽ നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ആഡഡ് ദ വേർഡ്, അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടൊരു സാധനമുണ്ട്. അത് മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അതത് സ്ഥലങ്ങളിൽ പഠിക്കുന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആമുഖമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്, അല്ലെ. ആമുഖം ഒരിക്കൽ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓൺലി വൺ ടൈം ഇൻ 1976 വൈഡ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. എന്താ ആമുഖത്തിൽ ചെയ്തത്? 3 പുതിയ വാക്കുകൾ അതിൽ ആഡ് ചെയ്തു. എന്തൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വ, സെക്കുലാർ, മതേതര, ഇൻ്റഗ്രിറ്റി, അഖണ്ഡത, to the preamble and introduced fundamental duties. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നതും, അതായത് പാർട്ട് 4A ആർട്ടിക്കിൾ 51A, ഭാഗം 4A അനുച്ഛേദം 51A, ഈ ഭാഗവും ഈ അനുച്ഛേദവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കൊണ്ടുവന്നു. ഇത് പ്രധാനപ്പെട്ട ഭേദഗതിയിലെ പ്രൊവിഷൻസ് മാത്രമാണ് 42-ൽ. ഒരുപാട് കാര്യങ്ങൾ 42-ൽ
ഭേദഗതിയിൽ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അതിന് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത്. പിന്നെ 44 ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ജനത ഗവൺമെന്റ് ടു അണ്ടർഗോ മെനി ചേഞ്ചസ് മെയ്ഡ് ബൈ ദ 42nd അമെൻമെന്റ് ആൻഡ് റിമൂവ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി അത് ഫണ്ടമെന്റൽ റൈറ്റ്. 44-ാം ഭരണഘടന ഭേദഗതി നോക്കുകയാണെങ്കിൽ 42 പോലെ ഒരുപാട് മാറ്റങ്ങൾ, കാരണം 42-ൽ കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ റിവോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 44-ാം ഭരണഘടന ഭേദഗതി 1978-ൽ തൊട്ടടുത്ത ഗവൺമെൻറ് ആയിട്ടുള്ള ജനതാ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. മനസ്സിലായി, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സഭകളുടെ ഡ്യൂറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ അതാത് അമെൻമെൻറ്റിൽ കൃത്യമായി പഠിക്കുന്നതാണ്. പക്ഷേ അതിൽ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, ഭേദഗതി എന്ന് പറയുന്നത്, ഈ ഭേദഗതിയിലൂടെയാണ് നമ്മൾ എന്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് മൗലിക അവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ഇപ്പോൾ മൗലിക അവകാശമല്ല റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് മാത്രമാണ്. ആർട്ടിക്കിൾ 300A പ്രകാരം, 300A പ്രകാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഒരു മൗലിക അവകാശമല്ല. അങ്ങനെ മൗലിക അവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയ സ്വത്തിനുള്ള അവകാശം, സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശം അല്ലാതാക്കിയ ഭരണഘടന ഭേദഗതി 44-ആണ്. പക്ഷേ 44 എന്ന് പറഞ്ഞാൽ വലിയൊരു ഭേദഗതി നിയമമാണ്. അതിൽ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7, ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇനി നിങ്ങൾക്ക് ഞാൻ ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ എടുത്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. 12 ഷെഡ്യൂൾ. ഇപ്പോൾ 12 ഷെഡ്യൂൾസ് ആണുള്ളത്, അല്ലേ? റെഫ്രിജറേഷൻ മെക്കാനിക് HER ഹെൽത്ത് സർവീസ്. 2020 ഹെൽത്ത് സർവീസിൽ റെഫ്രിജറേഷൻ മെക്കാനിക് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകൾ, പട്ടികകൾ നിലവിലുണ്ട്? 12 പട്ടികകളാണ് ഇപ്പോൾ നിലവിലുള്ളത്, അല്ലേ? ഇൻഷ്യലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിഡർ ഓൺലി 8. തുടക്കത്തിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര പട്ടികകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 8 പട്ടികകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിലവിൽ എത്ര പട്ടികകളുണ്ട്? 12 പട്ടികകളുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. വിച്ച് അമോങ് ദ ഫോളോയിങ് ആർ ഇൻ ദ സെൻട്രൽ ലിസ്റ്റ്? അതായത് 7-ാം പട്ടികയിലെ യൂണിയൻ ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ് ഇവിടെ ഉദ്ദേശിക്കുന്ന യൂണിയൻ ലിസ്റ്റാണ്. 7-ാം പട്ടികയിലെ യൂണിയൻ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ചോദിച്ച ചോദ്യമാണ്. 7-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 7-ാം പട്ടികയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മാർക്കറ്റ് ആൻഡ് ഫെയർസ് എന്ന് പറയുന്നത് ഒരിക്കലും യൂണിയൻ ലിസ്റ്റ് അല്ല, സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഇൻഷുറൻസ് അത് യൂണിയൻ ലിസ്റ്റാണ്, അല്ലേ? ടാക്സസ് ഓൺ പ്രൊഫഷൻ യൂണിയൻ ലിസ്റ്റ് അല്ല, സ്റ്റേറ്റ് ലിസ്റ്റാണ്. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റാണ്. ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ്, അതായത് 2 and 4, ആൻസർ സി. യൂണിയൻ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ആൻസർ സി ആണ്. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. ഇൻഷുറൻസ് എൻട്രി നമ്പർ 47, ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റിലാണ്. ഓക്കെ, ഇറ്റ് റിക്വയർസ് യൂണിഫോം നാഷണൽ റെഗുലേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അക്രോസ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് മാനേജ് ബൈ ദ സെൻറ്റർ. ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് രാജ്യമൊട്ടാകെ ഒരു യൂണിഫോമിറ്റി വേണ്ടതാണ്. ഒരു ഐക്യ രൂപമുള്ള സാധനമായിരിക്കണം, അല്ലേ? ഒരു യൂണിഫോം ആയിട്ടുള്ള സാധനമായിരിക്കണം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻട്രി നമ്പർ 47. എൻട്രി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ബാങ്കിങ് എൻട്രി നമ്പർ 45. ദിസ് ഇസ് ആൾസോ പാർട്ട് ഓഫ് ദ യൂണിയൻ ലിസ്റ്റ്. നാഷണൽ ഫിസിക്കൽ പോളിസി ആൻഡ് ബാങ്കിങ് റെഗുലേഷൻസ് മസ്റ്റ് ബി കൺസിസ്റ്റന്റ് അക്രോസ് ദ കൺട്രി. രാജ്യത്തെ ബാങ്കിങ് പോളിസിയിൽ ബാങ്കിങ് നയങ്ങളും അതുപോലെ ഫിസിക്കൽ പോളിസി, ധനനയങ്ങളും ഒക്കെ എന്താണ്, റെഗുലേഷൻസ്, ബാങ്കിങ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഒരുപോലെ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ആയിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്കിങ്ങും എവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എൻട്രി നമ്പർ 45. 45-ഉം 47-ഉമായിട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ്. മാർക്കറ്റ് ഫെയർസ് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. എൻട്രി നമ്പർ 28. സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി നമ്പർ 28 മാർക്കറ്റ് ആൻഡ് ഫെയർസ്. അത് കാരണം മാർക്കറ്റും ഫെയറും എന്നൊക്കെ പറയുന്നത് ഒരു ലോക്കൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലേ? ദേ ആർ ജനറലി ലോക്കൽ ആക്ടിവിറ്റീസ് മാനേജ് ബൈ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ്. അതിപ്പോൾ മാർക്കറ്റും ഫെയറും ഒക്കെ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിനുള്ളിലെ ഒരു ലോക്കലായിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ലോക്കൽ ബോഡി ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ അത് സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി നമ്പർ 28 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ആൻഡ് ഫെയർസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. ടാക്സസ് ഓൺ പ്രൊഫഷൻ, അതായത് തൊഴിൽ കരം എന്ന് അറിയപ്പെടുന്ന പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്, പ്രൊഫഷണൽ ടാക്സ്, ഈ സാധനം എന്താണ്? അതും സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ഹാവ് ദ പവർ ടു ലെവി ടാക്സസ് ഓൺ പ്രൊഫഷൻ, ട്രേഡ്സ്, കോളിങ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് സബ്ജക്ട് ടു സർട്ടൻ ലിമിറ്റ്. ഭരണഘടന പറയുന്ന കുറേ സർട്ടൻ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? സ്റ്റേറ്റിന് ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ നികുതിയുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ടാക്സ്, തൊഴിൽ നികുതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ടാക്സസ് ഓൺ പ്രൊഫഷൻ എന്ന് പറയുന്നത് എൻട്രി നമ്പർ 60, സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി നമ്പർ 60 ആണെന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the 3 lists in the 7th schedule of the Constitution contains an entry that explicitly includes land revenue as a subject matter of legislation? KS 2020 KSന്റെ പ്രിലിംസിന് ചോദിച്ചാൽ ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ,
ഭൂനികുതി എന്ന് പറയുന്ന ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത് എവിടെയാണ് അല്ലേ? എവിടെയാ? സ്വാഭാവികമായി ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ്. ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്. ബി ആണ് ആൻസർ. ബി ആണ്. അണ്ടർ ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലാൻഡ് റവന്യൂസ് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ദ ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ് അണ്ടർ എൻട്രി 45. എൻട്രി 45 നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ലാൻഡ് റവന്യൂ ഉള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എക്സ്ക്ലൂസീവ് അനന്യമായ അധികാരമുണ്ട് എന്ത്? ടു ലെജിസ്ലേറ്റ് ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ലാൻഡ് റവന്യൂ ഇൻക്ലൂഡ് അസസ് ആൻഡ് അലോക്കേഷൻ ഓഫ് റവന്യൂ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലാൻഡ് റെക്കോർഡ്സ് ആൻഡ് സർവേ ഓഫ് റവന്യൂ പർപ്പസ്. അതായത് ആ ലാൻഡ് ഭൂനികുതിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭൂരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ വിഷയങ്ങളുമേൽ നിയമം നിർമ്മിക്കാനുള്ള അനന്യമായ എക്സ്ക്ലൂസീവായിട്ടുള്ള അധികാരം ആർക്കാണ്? അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. കാരണം ഇത് എൻട്രി നമ്പർ 45 ഓഫ് സ്റ്റേറ്റ് ലിസ്റ്റ് 2 ആയ സ്റ്റേറ്റ് ലിസ്റ്റിലെ 45ാം എൻട്രി ആയിട്ടാണ് ലാൻഡ് റവന്യൂ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലത്തിന് എക്സ്ക്ലൂസീവായിട്ടുള്ള പവറുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നതുകൊണ്ട്. ഓക്കെ, ഇത്രയുമാണ് 2020 ഷെഡ്യൂളുകളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അടുത്ത എപ്പിസോഡിൽ 2020 മറ്റ് വിഷയങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ടോപ്പിക്കുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായി കാണാം. നന്ദി.